നമസ്കാരം. ലെബനനിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പേജർ സ്ഫോടന പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട വിമാനാപകടം പേജർ സ്ഫോടനത്തിലൂടെയാണോ എന്ന സംശയം ശക്തമാകുന്നു. ഇറാനിലെ ഒരു പാർലമെൻറ്റ് അംഗം തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പേജറുകൾ വാങ്ങുന്നതിൽ ഇറാൻ സൈന്യം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. ഒരുപക്ഷെ ഹിസ്ബുള്ളയ്ക്ക് പേജറുകൾ ഓർഡർ ചെയ്തത് പോലും ഇറാൻ സൈന്യമാണോ എന്നും സംശയം ഉയരുന്നുണ്ട്. ഇറാനിലെ പാർലമെൻറ്റ് അംഗമായ അഹമ്മദ് ബക്ഷയേഷ് അർദസ്ഥാനിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റൈസിയുടെ ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ മേശപ്പുറത്ത് പേജർ ഇരിക്കുന്നതും ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ്. ഇറാനിലെ മുൻ സ്പീക്കറായ മുഹമ്മദ് അൽ ഹൽബൂസിയാണ് ഈ ചിത്രം ഇപ്പോൾ പുറത്തുവിട്ടത്. അപകട സമയത്ത് റൈസി പേജർ കൈവശം വെച്ചിരുന്നോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. എന്നാൽ അപകടത്തെക്കുറിച്ച് സംശയം ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഹെലികോപ്റ്റർ അപകടത്തിന് കാരണം മോശം കാലാവസ്ഥ എന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും മൂടൽമഞ്ഞ് പ്രതികൂലമായി എന്നുമാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഹെലികോപ്റ്ററിന് സാങ്കേതികമായി യാതൊരു തകരാറും ഇല്ലായിരുന്നു എന്നാണ് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ വിദഗ്ധരും വ്യക്തമാക്കിയിരിക്കുന്നത്. മെയ് 19-നാണ് റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഈസ്റ്റ് അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണത്. വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുള്ള യാഹിനും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അപകടത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഇതെല്ലാം തന്നെ ഇറാൻ തള്ളിക്കളയുകയായിരുന്നു. എന്തായാലും ഇത് വളരെ പ്രസക്തമായൊരു സംശയം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെയും വധിച്ചത് ഇസ്രായേൽ തന്നെയാണോ, അത് പേജർ സ്ഫോടനത്തിലൂടെയാണോ റൈസിയെ വധിച്ചത് എന്ന് സ്വാഭാവികമായി ഇപ്പോൾ അവിടെ സംശയം ഉയരുന്നുണ്ട്. ഒരു രാജ്യത്തെ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ ആകുമ്പോൾ അതിന് അതിവിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കാം ഒരു യാത്രയ്ക്ക് പ്രസിഡന്റ് പുറപ്പെടുന്നത്. മാത്രവുമല്ല, ഈ ഹെലികോപ്റ്റർ ഒരുപക്ഷെ മോശം കാലാവസ്ഥയെ അതിജീവിക്കാൻ തക്ക സ്ഥിതിയുള്ളതുമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഉയരുന്ന മറ്റൊരു പ്രശ്നം ഇറാൻ്റെ കൈവശമുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഒക്കെ തന്നെ വളരെ പഴക്കമുള്ളതാണ് എന്നുള്ളതാണ്. അതായത് 1979-ന് ശേഷം, അതായത് ഇറാനിൽ വിപ്ലവം നടന്നതിന് ശേഷം അവിടെ ഭരണമാറ്റം ഉണ്ടാവുകയും ഭരണകൂടം വരികയും ചെയ്ത സാഹചര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന് വിലക്കേർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ കൈവശമുണ്ടായിരുന്ന ഭൂരിപക്ഷം വരുന്ന ഹെലികോപ്റ്ററുകളും വിമാനങ്ങളുമൊക്കെ തന്നെ അമേരിക്കൻ നിർമ്മിതമായിരുന്നു. ഇവ വീണ്ടും റിപ്പയർ ചെയ്യുന്നതിന് പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഇതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാനില്ലായിരുന്നു. എങ്കിലും ആ രാജ്യത്തെ പ്രസിഡന്റ് തന്നെ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിൽ ഇത്രയും സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നൊരിക്കലും കരുതാൻ കഴിയുകയില്ല. മാത്രമല്ല, ഇബ്രാഹിം റൈസി നിരവധി ഭീഷണികൾ നേരിടുന്ന ഒരാൾ കൂടിയായിരുന്നു, പ്രത്യേകിച്ച് ഇസ്രായേലിൽ നിന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ഇബ്രാഹിം റൈസിയും പേജർ പൊട്ടിത്തെറിച്ചാണോ കൊല്ലപ്പെട്ടത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇനി അങ്ങോട്ട് പലരും രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട്.